ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലെ അജ്ഫർ എന്ന സ്ഥലത്ത് നിന്ന് ഹൈൽ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അജ്ഫറിൽ നിന്ന് ഹൈലിലേക്ക് 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം നമുക്ക് ഇതിനിടയിൽ ഒരുപാട് ഡെസേർട്ട് പ്ലേസുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹൈൽ പ്രോവിൻസ്. സൗദിയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ്, ഡേറ്റ്സ്, പൊട്ടറ്റോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈലിലാണ്. അപ്പോൾ ഒരുപാട് മലനിരകളും ഡെസേർട്ട് ഏരിയകളും ഒക്കെയുണ്ട് ഈ വഴിക്ക്. ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഡെസേർട്ട് പ്ലേസൊക്കെ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഓരോ പ്രദേശത്തിൻ്റെയും മണ്ണിൻ്റെ നിറത്തിലും ഘടനയിലും ഒക്കെ വളരെ വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിലയിടത്ത് ചുവന്ന കളറാണെങ്കിൽ ചിലയിടത്ത് കറുത്ത കളർ, അതുപോലെ മണ്ണിൻ്റെ ഘടന എല്ലാം വ്യത്യാസമാണ്. വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ സിറ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഹൈൽ സിറ്റി എന്ന് പറയുന്നത് ഷമ്മാർ മൗണ്ടെയ്ൻസിന് ഇടയിൽ കാണുന്ന ഒരു സിറ്റിയാണ്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. നമ്മൾ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സിറ്റി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഗ്രാമീണ ഭംഗി തോന്നുന്ന ഒരു സിറ്റിയാണ് ഹൈൽ സിറ്റി. കുറേ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ സിറ്റിയാണിത്. അപ്പം ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങിനായിട്ടാണ്. അപ്പം അവിടെ ലുലു ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് സിറ്റി, കണ്ടില്ലേ? മലകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ സിറ്റി, അതാണ് ഹൈൽ സിറ്റി. വളരെ വ്യത്യസ്തമായ ഒരു സിറ്റിയാണിത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ? ഇത് സൗദിയിലെ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള 1-2 ബിൽഡിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പഴയ കാലത്തെ സൗദി കൊട്ടാരങ്ങളുടെ മോഡലിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഈ കാണുന്നതാണ് ലുലു ഹൈലിലെ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോവുകയാണ്. കണ്ടില്ലേ? സിറ്റിയോട് ചേർന്ന് തന്നെയാണ് ഈ മലകളൊക്കെ കാണുന്നത്. നല്ല രസമാണ് ഇത് രാത്രിയിലും പകലും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.